അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയ ഒരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ തുലാവർഷം പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ധാരാളം ഇടിമിന്നലുകൾ സംഭവിക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു വീഡിയോ വളരെ ഉചിതമാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നിരവധി ആളുകൾ ഇടിമിന്നലേറ്റ് മരണപ്പെടുന്നതായിട്ട് നിങ്ങൾ ദിനേന പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ഇടിമിന്നൽ കൊണ്ടു, ഇവിടെ ഇടിമിന്നൽ കൊണ്ടു എന്നൊക്കെ. എന്തായാലും ഇടിമിന്നൽ ഉള്ള സമയത്ത് നമ്മൾ തുറസായ സ്ഥലങ്ങളിൽ പോയി നിൽക്കുകയോ കമ്പി പോലെയുള്ള ജനൽ കമ്പി പോലെയുള്ളവ പിടിച്ചു നിൽക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ ഉള്ള വീടുകളിലെ അതിൻ്റെ കോഡ് വയറുകളൊക്കെ നമ്മൾ ഊരി ഇടുന്നത് വളരെ സേഫാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നതോടൊപ്പം ഇടിമിന്നൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദ്വായും ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം ആയതുകൊണ്ട് നമ്മൾ ഇടിമിന്നൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്താണ് ചൊല്ലേണ്ടത്? സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദി വൽ മലായികതു മിൻ ഖീഫതി. ഇടിമിന്നലുകൾ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തുകയും മലക്കുകൾ ഭയപ്പാടോടെ വാഴ്ത്തുകയും ചെയ്യുന്നത് ഏതൊരുവനെയാണോ അവൻ എത്ര പരിശുദ്ധൻ എന്നാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു ദുആ കൂടി നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക. അല്ലാഹുവേ, നിന്റെ കോപം കൊണ്ട് നീ ഞങ്ങളെ ഹനിക്കരുതേ, നിന്റെ ശിക്ഷ കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിക്കരുതേ, അതിനു മുമ്പ് നീ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇടിമിന്നൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ചൊല്ലുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഇടിമിന്നൽ പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടിമിന്നൽ പേടിയുള്ള ആളുകൾ ആ സമയത്ത് പേടിച്ചിരിക്കാതെ ഈ കാര്യം ചൊല്ലുക. അപ്പോൾ എന്താണ് ചൊല്ലേണ്ടതെന്ന് ഒന്നുകൂടി പറയാം. ആദ്യമായി ചൊല്ലേണ്ടത് സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതി. രണ്ടാമതായി ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചൊല്ലുക. അല്ലാഹു നമുക്ക് സുരക്ഷ തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. അതുപോലെ ഈ പ്രാർത്ഥനയും നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. വെറുതെ കേട്ടുപോയാൽ പോരാ. അപ്പോൾ ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം വീഡിയോകളൊക്കെ തുടർന്നും കാണുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.